മോളെ പ്രാന്ത് പിടിപ്പിച്ച ഈ കളി തീരും. ഈശ്വര, എനിക്കിതൊന്നും കാണാൻ വയ്യ. മോളെ മോളെ, അവളിന്നൊന്നും കഴിച്ചിട്ടില്ല. എഴുന്നേൽക്ക്, എഴുന്നേറ്റ് എന്തെങ്കിലും പോയി കഴിക്കും. അച്ഛനും കൂട്ടുകാരും കൂടി കഴിച്ചാ മതി. ഇപ്പൊ ഈ വീട്ടിൽ വിളമ്പുന്നത് കൊലച്ചോറ. ഞാൻ പറയുന്നത് നീ കേക്ക്. ഒന്നും പറയണ്ട. ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ അവനെ പോലെ നമ്മളും തെണ്ടിപ്പോയനെ. എങ്കിലെത്ര നന്നായനെ. പണത്തിന് വേണ്ടി അച്ഛൻ അമ്മയുടെ കെട്ടുതാലി വരെ ഊരി, ഹൃദയം തന്ന് സ്നേഹിച്ചവരെ വരെ വഴിയാധാരമാക്കി. എന്തിനായിരുന്നു ഇതൊക്കെ? ആർക്കു വേണ്ടി? അച്ഛന് പണം മാത്രം മതി. പണം കിട്ടിയ അച്ഛൻ എന്ത് വിൽക്കും, ആരെയും വിൽക്കും. കൂടുതൽ ലാളിച്ചതിന്റെ കുഴപ്പ. തല്ലിക്കൊന്നോ എന്നാലും ഞാൻ വിളിച്ചു പറയും. ഇനി നീ ശബ്ദിക്കരുത്. ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ വിചാരിക്കില്ല. അവൻ മോളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. ഇവരുടെ തലയിടാ നിങ്ങളാര്? UN സെക്രട്ടറി ജനറലോ? ഇറങ്ങി പോവാ. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇനി അവന്റെ കൂടെയുള്ള ചുറ്റിക്കളിയൊക്കെ എന്റെ പൊന്നു മോൾ അങ്ങോട്ട് നിർത്തിയേക്ക്. അങ്ങനെ പരസ്പരം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിപ്പൊ തന്നെ മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞേക്ക്. അതൊന്നും നടക്കില്ല. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. കോംപ്രമൈസിന്റെ സ്റ്റേജൊക്കെ എന്നേ കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടിലൊന്നും അറിയാതെ ഞാൻ പിന്നോട്ടില്ല. വേണ്ട, നിങ്ങൾ രണ്ടുപേരും തോൽക്കണ്ട, ഞാൻ തോറ്റോളാം. പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല. ഒന്നും ഞാനായിട്ട് തുടങ്ങി വെച്ചല്ലോ. എന്താ കുട്ടിയത്? അളിയൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇവനുമായിട്ടുള്ള കമ്പനി വേണ്ടെന്ന്? എന്റെ കാര്യങ്ങളിൽ ഇടപെടണ്ടെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. വെരി സോറി. എനിക്ക് നിന്റെ അച്ഛൻ പറയുന്ന അനുസരിക്കാനേ നിവൃത്തിയുള്ളൂ. നിന്നെ വിളിച്ചോണ്ട് വരാൻ അളിയൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുക. ഞാൻ വന്നോളാം, അച്ഛനോട് ചെന്ന് പറഞ്ഞേക്ക്. മര്യാദക്ക് എന്റെ കൂടെ വരുന്നു അതോ ഭീഷണിപ്പെടുത്തുവാണോ? ആ, അങ്ങനെ ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല. മോള് വാ. ബലപ്രയോഗം വേണ്ട. രമേശൻ ചെല്ല്. ആലോചിക്കാനൊന്നുമില്ല, അത് തന്നെയാണ് ബുദ്ധി. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഒന്നും വരാനില്ല. നീ ധൈര്യമായിരിക്കും. ഈ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. നീ എന്നും എന്റെ പെണ്ണ. ഗുരുവേ, അങ്ങ് എന്റെ ഈ വിവരക്കേടിന് മാപ്പ് തരണം. ഞാൻ അങ്ങയുടെ ആസനത്തിൽ തന്നെ ഒരു അമിട്ട് പൊട്ടിക്കാൻ പോവാ. ഇത് ഇത്തിരി കടുക്കും. എന്നാൽ ഈ വത്സല ശിഷ്യനെ ശപിക്കരുത്. എന്നെ അനുഗ്രഹിക്കണം. വേറെ വഴിയില്ല എന്നിട്ട് എന്റെ ഗുരു. ആ, നീ പറഞ്ഞ പോലെ ഹർജയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എത്രയോ കേസുകളിൽ കോടതിയിൽ നിന്ന് അപൂർവ വിധികൾ വന്നിട്ടുണ്ട്. നിയമങ്ങളെ നോക്കുകുത്തികളാക്കാൻ കോടതി ഒരിക്കലും അനുവദിക്കില്ല. നീ നന്നായിട്ടൊന്ന് പഠിച്ച് വാദിച്ചാ മതി, നമ്മൾ രക്ഷപ്പെടും. നിയമങ്ങൾ കൊണ്ട് എന്റെ കുടുംബം തകർത്ത മാധവൻ നായരെ നിയമത്തിന്റെ അതേ വഴിയിലൂടെ തന്നെ നമുക്ക് കൊടുക്കണം. യുവർ ഓണർ, ഇത് വിശ്വാസവഞ്ചനയാണ്, ചതിപ്രയോഗമാണ്. പ്രതി നിയമത്തിന്റെ പരിധികൾ അതിസമർത്ഥമായ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കുകയാണ്. നിയമപരമായി ഇദ്ദേഹം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തുവെങ്കിലും ഇവർ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ജീവിച്ചു വരുന്നത്. അതിന് മതിയായ തെളിവുകളുണ്ട്. പ്രതി ഡൈവോഴ്സ് ആക്ട് ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ബിസിനസ്സിൽ കാണിച്ച തട്ടിപ്പ് കാരണം പ്രതിക്ക് ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടായി. അതിൽ നിന്നും തലയൂരാൻ വേണ്ടി വ്യാജമായി മെനഞ്ഞെടുത്തതാണ് ഈ ഇഷ്ടദാനവും വിവാഹമോചനവും പാപ്പർ ഹർജിയും. സ്വയം പാപ്പരാണെന്ന് പറയുന്ന പ്രതി ഇപ്പോഴും ലക്ഷാധിപതി കൂടിയാണെന്നുള്ളതാണ് മറ്റൊരു സത്യം. യുവർ ഓണർ, എന്റെ കക്ഷി ബാലചന്ദ്രൻ നന്മ നിറഞ്ഞൊരു പാവ മനുഷ്യനാണ്, നിഷ്കളങ്കനാണ്. ചതി പരമ്പരയുടെ ബലിയാടായ എന്റെ കക്ഷിക്ക് നീതി നിഷേധിക്കരുതെന്നും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുന്ന പ്രതിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. യു മേ പ്രൊസീഡ്. കണ്ണീരും ദുരിതങ്ങളും നിരത്തി ബഹുമാനപ്പെട്ട കോടതിയുടെ ദീനാനുകമ്പം നേടാനുള്ള നിയമങ്ങളുടെ പിൻബലമില്ലാത്ത വില കുറഞ്ഞ തന്ത്രമാണ് ഇവിടെ അരങ്ങേറിയത്. നിരപരാധിയും നിയമവ്യവസ്ഥയെ ആദരിക്കുന്നവനുമായ എന്റെ കക്ഷിയെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുവാനും വ്യവഹാരങ്ങളിൽ കുടുക്കി പീഡിപ്പിക്കുവാനും ലക്ഷ്യം വെച്ച് സമർപ്പിച്ച ഈ ഹർജി ബഹുമാനപ്പെട്ട കോടതി ചിലവ് സഹിതം തള്ളിക്കളയണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. The court is adjourned. ആ ശിവമക്കീൽ നമ്മളെ കുഴപ്പിക്കൂ. സാർ ഇത്ര മണ്ടനായി പോയല്ലോ. 5 വർഷം അവനെ ഞാൻ കൊണ്ടു നടന്നത് എനിക്ക് ചായ വാങ്ങിത്തരാനും വീട്ടുകാർക്ക് മീനും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊടുക്കാനുമാ. സാറ് പുറത്ത് പറയില്ലെങ്കിൽ ഞാനൊരു രഹസ്യം പറയാം. എനിക്ക് പൊക്ക് ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ ആളൊരു ജീനിയസാ. എന്താ സാറ് നോക്കുന്നത്? നാളെ കോടതിയിലുള്ള എന്റെ പ്രകടനം സാറിന് നേരിട്ട് കാണാം. തടിച്ചുകൂടിയിരിക്കുന്ന ജനലക്ഷങ്ങളെ, പൗരപ്രമാണിമാരെ, ബിസിനസ് രാജാക്കന്മാരെ, തുണി കയറ്റുമതിയിൽ കേരളം പിന്നോക്കമാണ് എന്ന പരാതിക്ക്
ഇനി ഇടമില്ല എന്ന് തെളിയിക്കാനാണ് എന്റെ ഭാര്യയുടെ പേരിലുള്ള സീതാലക്ഷ്മി എക്സ്പോർട്ടേഴ്സിന്റെ ലക്ഷ്യം. കയറ്റുമതി രംഗത്ത് കനക സ്വപ്നങ്ങളുമായി കടന്നുവരുന്ന ഈ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്താൻ നിങ്ങൾ കർമ്മനിരതരായി മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി എന്റെ ഭാര്യയുടെ പേരിലുള്ള ഈ സ്ഥാപനത്തെ ഞാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. കൈ പൊള്ളി ചേട്ടാ. അപ്പോഴേക്കും ഞാൻ കൈ വലിച്ചില്ലേടി, ഒന്ന് തന്നാണ്ടല്ല. ജ്യോതിസിൽ കേശവമേനോൻ ബാലചന്ദ്രൻ സമർപ്പിച്ച സങ്കട ഹർജിയിൽ ആരോപിക്കപ്പെട്ടതുപോലെ സീതാഭവനിൽ മാർത്താണ്ഡൻ നായർ, മാധവൻ നായർ വഞ്ചനയ്ക്കും ചതിപ്രയോഗത്തിനും വേണ്ടി പരിപാവനമായ നിയമ സംവിധാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെന്ന് കോടതി സംശയിക്കുന്നു. ആയതിനാൽ ഈ ആരോപണങ്ങളുടെ സത്യസ്ഥിതി നേരിട്ട് അന്വേഷിക്കാൻ ഈ കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ആറ്റുവാശ്ശേരി പ്രതാപസിംഹത്തെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നു. സത്യസ്ഥിതി കണ്ടെത്താൻ എന്തധികാരം ഉപയോഗിക്കുന്നതിനും കമ്മീഷനെ കോടതി ചുമതലപ്പെടുത്തുന്നു. സാറേ, കൺഗ്രാചുലേഷൻ. സാറിനല്ല, എനിക്ക്. സാറ് നന്നായിട്ട് വാദിച്ചു, നന്നായി തോറ്റു. കീപ് ഇറ്റ് അപ്പ്. ആറ്റുവാശ്ശേരി ആള് സിംഹ. മാധവനായരെ, ഇനി 6 അടി തോണ്ടിയാ മതി. പിന്നെ എനിക്ക് പൊക്കം കൂടി പോയത് എന്റെ കുഴപ്പമല്ല, എന്റെ അച്ഛൻ അല്പം പൊക്കണ്ടായി പോയി. കേസ് ജയിക്കണെങ്കിലേ മൂക്കുപൊടി വലിച്ച് ഹാച്ചി ഹാച്ചി എന്ന് പറഞ്ഞ് തുമ്മിയിട്ട് കാര്യമില്ല. നിയമ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കണം. ഓക്കെ, യു കാൻ ഗോ. ഹാച്ചി. മുഹൂർത്തം ആവാറായി, അളിയനെ കാണുന്നില്ലല്ലോ. ശരിയാ. മുതലാളി എത്തി, വെക്കുവെടി. ആരുടെ ഇപ്പൊ വെടിവെക്കാൻ പറഞ്ഞത്? ഇങ്ങനെ ഒരു വരവേൽപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമസ്കാരം. നമസ്കാരം. പാട്ടല്ല, ഇതാരുടെ കാറാ? ഭഗവാനെ, ഈ കാർ ആരുടേതാണെന്ന് അറിയാത്തവർ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഈ വണ്ടി വരുന്നത് കാണുമ്പോൾ മുലകുടി മാറാത്ത കുട്ടികൾ പോലും പറയും, അമ്മേ മാധവൻ നായരുടെ സ്റ്റീം വരുന്നു, മാധവൻ നായരുടെ സ്റ്റീം വരുന്നു. ഓഹോ, ആരായി മാധവൻ നായർ? അത് അതിലും വലിയ തമാശയായി പോയി. ഈ നാട്ടിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ മാധവൻ നായർ അറിയില്ല എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാടോ ഈ കോട്ടും സൂട്ടും ഇട്ട് വെയിലത്ത് നടക്കണേ? പൊള്ളില്ലേ? ശരിക്കും പൊള്ളും. ഈ രീതിയിൽ പരിചയപ്പെടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്. വളരെ സന്തോഷം. ആരാധന എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. കൂടെ നിന്ന് വല്ല ഫോട്ടോ വല്ലതും എടുക്കണമെങ്കിൽ എടുത്തോളൂ, എനിക്ക് സ്വല്പം ധൃതി. പടം എടുക്കേണ്ടി വരും, പക്ഷെ ഇപ്പൊ വേണ്ട. ആഹാ, വില കൂടിയ വസ്ത്രങ്ങളൊക്കെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. വിദേശിയ? ആഹാ, സീതാഭവനിൽ മാർത്താണ്ഡൻ നായർ, മാധവൻ നായർക്ക് വിദേശി പോയിട്ട് സ്വദേശി പോലും ധരിക്കാനുള്ള വകുപ്പില്ലല്ലോ എന്ന് ആര് പറഞ്ഞു? സാക്ഷാൽ മാധവൻ നായർ. ഓ, 31/5/97 കോടതിയിൽ OP 92/97 പാപ്പർ ഹർജിയിൽ കടബാധ്യതകൾ തീർക്കാൻ ത്രാണിയില്ല, അതുകൊണ്ട് പാപ്പരായി അംഗീകരിക്കണം എന്ന് കോടതിയിൽ താണു വീണിക്കാൻ അപേക്ഷിച്ചില്ലേ? കോടതി അംഗീകരിച്ചു, പാപ്പരാക്കി. കോടതിയിൽ പറഞ്ഞത് സ്ഥാവര ജംഗമ സ്വത്തുക്കളടക്കം 500 രൂപയിൽ താഴെ ഉള്ളൂ എന്നാണ്. ദയർഫോർ മാധവൻ നായർ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും 500 രൂപയിൽ താഴെയേ ചെലവ് വരാൻ പാടുള്ളൂ, അണ്ടർവെയർ അടക്കം. ഇതൊക്കെ പറയാൻ താനാരാ? സിംഹം. സിംഹോ? അതെ, അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരി പ്രതാപസിംഹം, എൻക്വയറി കമ്മീഷണർ, അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 75 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ്. ഇന്നു മുതൽ 90 ദിവസത്തേക്ക് നിഴലും നിലാവും പോലെ, ചക്കരയും ഈച്ചയും പോലെ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. കാലുവെന്ത നായെപ്പോലെ ഓടി നടന്ന് ഞാൻ എല്ലാം ഉഴുതുമറിക്കും. തൂണിലും തുരുമ്പിലും തുപ്പൽ കോളാമ്പിയിലും ഞാനുണ്ടാവും. സൂര്യൻ അസ്തമിക്കുന്നതും അസ്തമിച്ച സൂര്യൻ ഉദിക്കുന്നതും ഈ അഡ്വക്കേറ്റ് ആറ്റുവാശ്ശേരിക്ക് വിഷയമേ അല്ല. ഊനില ഒഴുകുന്ന നിശബ്ദ രാത്രിയെക്കാളും എനിക്കിഷ്ടം കാറ്റും കോളും ഇടിയും മിന്നലും നിറഞ്ഞ കുറ്റാക്കുറ്റി ഇരുട്ടാണ്. ഡോണ്ട് ബി അണ്ടർ ഇല്യൂഷൻ, ദാറ്റ്സ് മൈ എക്സെപ്ഷണൽ സ്റ്റൈൽ ഓഫ് എൻക്വയറി. വകുപ്പും പത്രാസും പീനൽ കോഡും പറഞ്ഞ് താൻ എന്നെ വരട്ടണ്ട. കൂടുതൽ സംസാരിക്കാതെ താൻ വന്ന വഴിക്ക് തന്നെ പോണം. പോകാം. ചതിയും വിശ്വാസവഞ്ചനയും കൊണ്ട് പാർട്ട്ണർ ജ്യോതിസിലെ കേശവമേനോൻ ബാലേന്ദ്രന്റെ ഹൃദയം കുത്തിയെടുത്തിട്ടുണ്ട് എന്ന് എന്റെ റിപ്പോർട്ടിലൂടെ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ കോടതി തീരുമാനിക്കും തന്റെ ലലാട ലിപി. മനസ്സിലായില്ലേ? തലയിലെഴുത്ത്. എന്താ അറിയത്?
കണ്ണി കണ്ടവിടത്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കാതെ വന്ന് ഉദ്ഘാടനം ചെയ്യേ. ഒരു മിനിറ്റ് കഴിഞ്ഞ് രാഹുകാലം തുടങ്ങും. പോകാൻ വരട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തം കമ്പനിയാണോ? അല്ല. പിന്നെന്തിനാ അങ്ങോട്ട് വലിഞ്ഞു കയറുന്നത്? അല്ല, പാപ്പർക്ക് ഇനി ഈ കമ്പനിയുമായിട്ട് എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ? എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നോക്കണ്ട, നിങ്ങൾക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. യു ആർ എ ടോട്ടൽ സ്ട്രേഞ്ചർ ഹിയർ, സോ യു ക്യാൻ ഗോ. നിങ്ങൾക്ക് പോകാം. അപ്പൊ ഉദ്ഘാടനം തീർച്ചയായും നടത്തണം. പക്ഷെ അതിന് സിംഹം സമയം തരും. സീതാലക്ഷ്മി ഡിവോഴ്സി. ഐ ഹാവ് സം ജെന്യുവിൻ ഡൗട്ട്സ് റിഗാർഡിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദിസ് കമ്പനി. ഈ കമ്പനിയുടെ ഓണർഷിപ്പിനെ സംബന്ധിക്കുന്ന ഫയലുകളെല്ലാം 24 മണിക്കൂറിനകം എന്റെ ഓഫീസിൽ ഹാജരാക്കണം. ഇഫ് ഐ ആം സാറ്റിസ്ഫൈഡ്, ഒരു നല്ല നേരം ഞാൻ ഫിക്സ് ചെയ്യും. അപ്പോൾ ഉദ്ഘാടനം നടത്താം. ബൈ ബൈ. There is a clause that you tell before court, sir. അവസാനം ഈ കുറുക്കൻ ഒരു സിംഹത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ടു അല്ലേ? പാപ്പര് മാധവനെ മൂക്കൊണ്ട് ക്ഷാറാ എഴുതിക്കും സിംഹം. നിന്റെ സിംഹത്തിന് വരച്ച വരയിൽ നിർത്തി അയാളുടെ പൂട കൊഴിപ്പിച്ച് പീസ് പീസാക്കി പൊരിച്ച് ഞാൻ തിന്നും. എന്താ ഒരു കഷ്ണം വേണോ? അത് തന്നെത്താനങ്ങ് കഴിച്ചോണ്ടാ മതി. നരകയാതന എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇന്ന് മുതൽ നിങ്ങൾ അത് അനുഭവിക്കാൻ പോവാ. നൗ യു മേ പ്ലീസ് സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ മിസ്റ്റർ മാധവൻ നായർ. ഇനി ഇത്തിരി വിഷം കഴിച്ചാ മതി. ഇനി തലവുണ്ടാക്കിയിട്ട് കാര്യമില്ല. പുണ്ണാക്കും പുളിയരി ആക്കി താനല്ലടോ. താൻ ഏത് കോപ്പില വക്കീലടോ? വേണ്ട, ഡിക്ഷണറി ഇല്ലാത്തൊന്നും എന്നെ കൊണ്ട് വിളിച്ചുറപ്പിക്കണ്ട. താൻ എന്താന്ന് പറഞ്ഞത്? IPC ശരിക്കും വായിക്കാത്ത ചെക്കനാണ്. 5 കൊല്ലം എന്റെ കൂടെ നടന്നിട്ട് അവന്റെ വിവരക്കേട് കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പേട്ട് ചെക്കന്റെ മുമ്പിലോ മൂക്ക് കുത്തി വീണത്. ഇയാളെ ഇവിടേക്ക് അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണോ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. അതും അക്കാല വാഴനെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. പോരെങ്കിൽ നമ്മുടെ പൊസിഷനെ ഇത്തിരി വീക്കാം. മുമ്പേ ഡൈവോഴ്സ്, പിന്നെ പാപ്പരും. അളിയാ, ഞാൻ നീ മിണ്ടരുത്. നീ എല്ലാം കൂടി എന്നെ ഈ നിലയിലാക്കിയത്. അയ്യോ, ഇവിടുന്ന് ബേജാറാകരുത്. കുരുട്ട് ബുദ്ധിക്ക് ഇവിടുത്തെ 4 ഇലത്തെത്തും ആ സിംഹം. ഇവിടുത്തെ ഒരൊറ്റ രോമം പറിക്കാൻ അയാളെ കൊണ്ട് പറ്റുമോ? കണ്ടിട്ട് അയാൾ മൂടോടെ പറിക്കുന്ന ലക്ഷണ. അയ്യോ, ഇങ്ങനെ പേടിച്ച് ഓരോന്ന് പുലമ്പിയ കള്ളി വിളിക്കത്താകും. പിന്നെ നേരെ സെൻട്രൽ ജയിലിലോട്ട് പോയാ മതി. അതാ ലാ പോയിന്റ്. നമ്മൾ കോടതിയിൽ പറഞ്ഞതിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. ആണ് ഇവിടെ മാറരുത്. മാറിയാ അയാള് നമ്മളെ കുഴയ്ക്കും. നമുക്കെതിരെ ഒരൊറ്റ എവിഡൻസും അയാൾക്ക് കിട്ടരുത്. അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ നേരിട്ട് തെളിവെടുക്കാൻ കക്ഷികൾ സിംഹത്തിന്റെ കൂട്ടിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്തിനാ? അയാളുടെ പിണ്ടം വയ്ക്കാനാ? അതവിടെ ചെന്നിട്ടേ അറിയൂ ആരുടെ പിണ്ണം വയ്ക്കാനോ. ഇയാൾ പോലും പറഞ്ഞ